അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ പകൽക്കാലത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരിക്കൽ കൂടി വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോടൊത്തൊരുമിച്ച് ഈ സഭയിൽ കടന്നു വരുവാൻ സർവശക്തനാം ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ഈ സാവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ഈ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ മോവി പാസ്റ്റർ, അതോടൊപ്പം തന്നെ സഹശുശ്രൂഷകനായിരിക്കുന്ന പ്രിയ വിശുദ്ധദാസൻ, അതോടൊപ്പം തന്നെ ഇന്ന് ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന പ്രിയ ശിവ പാസ്റ്റർ, ഇവിടെ ആയിരിക്കുന്ന മറ്റ് ദൈവമക്കൾ, എല്ലാ ദൈവദാസിമാർക്കും ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനാകുന്ന ക്രിസ്തയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. സ്തോത്രം. इन्न पगलकालम एक हिंदी एक विश्वासी है यहाँ पे, मुझे मालूम है. मैं बीच बीच में हिंदी में भी प्रचार करने के लिए मैं कोशिश करूँगा. हालेलुया. विश्वास के साथ, प्रार्थना के साथ हम परमेश्वर के चरणों पर बैठने के वक्त पवित्र पिता परमेश्वर हमसे बातचीत करेंगे. एक घंटे के समय पास्टर ने दिया हुआ है, वो ट्रांसलेशन करेगा तो आधा टाइम उसमें चले जाएंगे. इस वजह से और थोड़े जो आपसे जो परमेश्वर बात करना जो चाहता है वो आपसे पवित्र आत्मा बातचीत करेंगे. जो बाकी लोग यहाँ पे है और पवित्र पिता परमेश्वर हाल में जाने से ज़्यादा परमेश्वर हम सबको जानता है, इसलिए पवित्र आत्मा हमसे बातचीत करेंगे. विश्वास के साथ, प्रार्थना के साथ हम पवित्र परमेश्वर के चरणों पर बैठने को तो परमेश्वर हमसे बिल्कुल बातचीत करेंगे. हालेलुया. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. വിശേഷിച്ച് പ്രിയ ദൈവദാസരുടെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളിൽ തനിക്ക് നൽകപ്പെട്ട സമയത്തിനകത്ത് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞ നാളുകളിൽ ചെയ്തെടുത്ത ദൈവപ്രവൃത്തികളെ കുറിച്ച് കേൾക്കുവാൻ സർവശക്തനാം ദൈവം അവിടെ നിടയാക്കിയതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. സമയത്തിൻ്റെ പരിമിതി കൊണ്ടാണ് ദൈവദാസൻ വചനങ്ങളിലേക്ക് കടന്നു പോകാത്തതെന്നറിയാം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പ്രത്യേകിച്ച് ശാരീരിക ബുദ്ധിമുട്ടിൽ ദൈവദാസനായിരിക്കുന്നു എന്നറിയുവാൻ എന്നെ ഒത്തിരി കാര്യാദികളിൽ സഹായിച്ച പ്രിയ ദൈവദാസനാണ് മോവി പാസ്റ്റർ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവദാസൻ വിളിച്ചപ്പോൾ അതുകൊണ്ട് കടന്നു വരുവാൻ സർവശക്തനാം ദൈവം സഹായിച്ചു. ഞങ്ങൾ അവിടെ മീറ്റിംഗ് നടക്കുന്നു. ഒരു വേറൊരു ദൈവദാസനുണ്ട്. കർത്താവിൻ്റെ ദാസൻ ആ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇവിടേക്ക് കടന്നു വരുവാനിടയായത്. ഹല്ലേലൂയ. സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ സമയങ്ങളൊന്നും നഷ്ടപ്പെടുത്തി കളയുവാനോ മുഖവുരകൾ പറഞ്ഞ് ദീർഘിപ്പിക്കുവാനോ ഞാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഒരു ഹല്ലേലൂയ വൈകിയ സമയത്ത് വൈകിട്ട് നടന്നൊരു മീറ്റിങ്ങിനാണ് വന്നത്. ദൈവദാസനോട് ഞാൻ സമയം ചോദിച്ചു. പാസ്റ്റർ എന്നോട് പറഞ്ഞ സമയവും ഞാൻ കേട്ട സമയവും മാറിപ്പോയി. തീർന്നപ്പോൾ രാത്രി 10 മണിയായി. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കൂടെ ദൈവദാസനോട് ചോദിച്ചു ഈ പ്രാവശ്യം സമയം എത്ര മണി വരെയാണെന്ന്. അതുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ സമയത്തിനകത്ത് തന്നെ നിർത്തുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. അല്ലെങ്കിൽ നമുക്ക് അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു വേദഭാഗം വായിക്കാം. ഈ യാക്കോബിൻ്റെ ലേഖനം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായൊരു വാക്യമാണ്. ഈ യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ നമുക്ക് ദൈവസന്നിധിയിൽ വായിക്കാം. ഒരാളെ ശബ്ദമുയർത്തി വായിച്ച് സഹായിച്ചാട്ടെ. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-18 വാക്യങ്ങൾ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ धान्यम विളഞ്ഞു. हालेलुया. जो सिस्टर के पास में याकूब के सुसमाचार, याकूब के पत्री, हालेलुया 5वां अध्याय उसका 17 और 18 वचन है, हम अभी पढ़ा हुआ है. ഹല്ലേലൂയ. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. കണ്ണുകളടയ്ക്കാം. आप अपने आंखों को बंद करें, परमेश्वर के चरणों पर प्रार्थना करें. हृदय के गहराई से परमेश्वर से इसे प्रार्थना करें, परमेश्वर मुझे बातचीत करना है. जो वचन परमेश्वर के दास के द्वारा आपने पढ़ा है वो वचन मेरे जीवन में एक बड़ा आशीष का कारण बनने के लिए पवित्र आत्मा हमारे बीच में आप कार्य करने के लिए प्रार्थना करें. हालेलूയ. हालेलൂയ. ഇന്നര പകൽക്കാലം നമ്മെ തന്നെ ഏൽപ്പിച്ച് നമ്മളൊരു സഭാരാധനയുടെ മധ്യത്തിലാണ് ആയിരിക്കുന്നത് എങ്കിൽ, നമ്മൾ പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും എല്ലാ ആഴ്ചയിലും നമ്മൾ കടന്നു വന്ന് പോകുന്നു എന്ന് ഹല്ലേലൂയ ഒരു ചടങ്ങായി മാറാതെ അതിനപ്പുറമായി ഇതൊരു സൗഖ്യത്തെ, ഒരു വിടുതലിനെ, ഒരു ദൈവശബ്ദം കേട്ടുകൊണ്ട് മടങ്ങുവാൻ സർവശക്തനാം ദൈവം അവിടെ നിന്ന് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചാട്ടെ. നമുക്കിതിനു ശേഷം ചെയ്താൻ പല കാര്യങ്ങളുണ്ടായിരിക്കാം.
മനസ്സിനകത്തൂടെ പല കാര്യാദികൾ ഒരു പക്ഷേ കാലിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അതെല്ലാം മാറ്റിവെച്ച് ഒരല്പസമയം ദൈവത്തിൻ്റെ മുമ്പിലായിരിക്കുമ്പോൾ, ഒരാഴ്ച നമ്മൾ മുഴുവൻ ഓടി പല കാര്യങ്ങൾ ചെയ്തു, ഉപജീവനത്തിന് പോയി, കുടുംബകാര്യങ്ങൾ ചെയ്തു, മക്കളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ ഒരല്പസമയം ആഴ്ചയിൽ സ്തോത്രം ഞായറാഴ്ച നമുക്ക് ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുവാൻ ലഭിക്കുന്ന ഒരു അവസരമാണ്. അതിനകത്ത് ഏറ്റവും വിലയേറിയതെന്ന് പറയും ദൈവത്തിൻ്റെ വചനമാണ്. ആ ദൈവത്തിൻ്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ കഴിയുന്നത് പോലെ മറ്റൊന്നിനും ചെയ്യുവാൻ കഴിയത്തില്ല. പ്രവചനം നല്ലതാണ്, രോഗശാന്തി നല്ലതാണ്, ഭൂതശാന്തികൾ നല്ലതാണ്, പക്ഷെ അതിനേക്കാളെല്ലാം വലുത് ദൈവത്തിൻ്റെ വചനമാണെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ അധരങ്ങളെ ചലിപ്പിച്ച്, കർത്താവേ അങ്ങ് അയക്കുന്ന വചനം അതിൻ്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങി വരത്തില്ലെന്ന് അങ്ങയുടെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം അയക്കുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറുവാൻ സർവശക്തനാം ദൈവം അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് അധരങ്ങളെ ചലിപ്പിച്ച് അല്പസമയ യേശുവിന്റെ നാമത്തിൽ വചന വിടുതലുകൾക്ക് വിരുദ്ധമായി വെല്ലുവിളിക്കുന്ന എല്ലാ അന്ധകാരത്തിന്റെ വ്യാപാരങ്ങളെയും ദേശാധിപതി ശക്തികളെയും ഇരുട്ടിന്റെ മണ്ഡലങ്ങളെയും ഞങ്ങൾ അഭിഷിക്തന്മാർ ദൈവമക്കൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ യേശുവിന്റെ നാമത്തിൽ വിടുതലുകൾ ഏറ്റെടുക്കുക. ഇത് പകൽക്കാലം പരിശുദ്ധനാം ദൈവത്തിന്റെ വിടുതലുകളെ ഏറ്റെടുക്കുക. ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഒരു വിടുതലേറ്റ് മടങ്ങുവാൻ പരിശുദ്ധനാം ദൈവത്തിന്റെ പ്രവർത്തികൾ കർത്താവേ, ആലയത്തിലായിരിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് മറ്റിടങ്ങളിലായിരിക്കുന്ന വ്യക്തികളെ ഞങ്ങൾ തിരുകരത്തിൽ ഏൽപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലം പരിശുദ്ധനാം ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രവർത്തികൾ ഞങ്ങളുടെ മധ്യത്തിൽ വെളിപ്പെടട്ടെ. എവിടെയാണ് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ കർത്താവിന്റെ പകൽക്കാലം ഉദ്ദേശിക്കുന്നത്, ആ മണ്ഡലത്തിൽ കർത്താവിന്റെ കരമെവിടെന്ന് ജനിക്കട്ടെ. മാനുഷിക പൈശാചിക എല്ലാ ഗൂഢാലോചനകളും ഇന്ന് പകൽക്കാലം അഴിയപ്പെടട്ടെ. രഹസ്യ അജണ്ടകൾ പൊളിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. पवित्र पिता परमेश्वर, हम आपको धन्यवाद करते हैं प्रभु जी। एक और बार आपके चरणों पर आने के लिए आपने हमारे जीवन भर दिया वो इस बहुमूल्य अवसर के लिए धन्यवाद। विशेष तरीके प्रभु जी आज के हालेलुया आगे के इस भुगाई के लिए हम प्रार्थना करते हैं प्रभु जी। आपके लोगों को आपके हाथों में समर्पण करते हैं परमेश्वर। हालेलुया आशा के साथ आपके चरणों पर आया हुआ तमाम लोगों के जीवन पर पवित्र पिता परमेश्वर आप कार्य करने के लिए हम प्रार्थना करते हैं प्रभु जी। आपके महिमा को देखकर वापस जाने के लिए, आपके वचन के शक्तियों को महसूस करने के लिए, उसको जीवन में हालेलुया हमारे जीवन में हालेलुया स्वीकार करने के लिए परमेश्वर आप सहायता करने के लिए हम प्रार्थना करते हैं। केवल आपके नाम ऊंचा होने के लिए हालेलुया प्रभु जी, आपके नाम के महिमा के कारण होने के लिए आगे के सेवकाई को आपके हाथों पर समर्पण करते हैं प्रभु जी। കർത്താവേ, വിശ്വാസത്തോടെ ഞങ്ങൾ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണം. ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമേ. തിരുനാമം മാത്രം മഹത്വപ്പെടുവാൻ സഹായിക്കണം. ദൈവഹിതമല്ലാത്ത ഒരു പദം പോലും അതരത്തിലൂടെ പുറത്തു വരുവാൻ സർവശക്തനാം ദൈവം അവിടെ നിന്ന് അനുവദിക്കരുതെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവഹിതമായ ഒരു പദങ്ങൾ പോലും മറയപ്പെട്ടു പോകുവാൻ, മറച്ചു കളയുവാൻ അന്ധകാര മണ്ഡലങ്ങളെ സ്വർഗം അനുവദിക്കരുത്. കർത്താവിന്റെ ക്രൂശിന്റെ മറവിൽ അവിടെ നിന്ന് ഞങ്ങളെ മറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമ മഹത്വത്തിനായി സമർപ്പിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. आमीन। हाथ उठाकर परमेश्वर को धन्यवाद करें। हालेलुया 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 ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ദൈവവചനത്തിലേക്ക്, വായിച്ച വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഹല്ലേലൂയ ഒരു കാര്യത്തിൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് പ്രാരംഭത്തിൽ മനസ്സിനകത്ത് നൽകി തന്നിരിക്കുന്ന ഒരു ചിന്ത നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ച് വായിച്ച വചനത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന നിയോഗത്തിനനുസരിച്ച് ദൈവവചനങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. ഒരു കൂട്ടായ്മ നടക്കുമ്പോൾ അതൊരു സഭാരാധനയാകട്ടെ, അല്ലെങ്കിൽ അതൊരു ഉപവാസ പ്രാർത്ഥനയാകട്ടെ, ഏതെങ്കിലും സ്പെഷ്യൽ മീറ്റിങ്ങുകളാകട്ടെ, അല്ലെങ്കിൽ സ്തോത്രം നമ്മുടെ ഭവനത്തിൻ്റെ കോട്ടേജ് മീറ്റിംഗ് ആകട്ടെ, നമ്മൾ ഒരു
ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഏത് വേളയോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഒരു ആത്മീയ കൂട്ടായ്മ നടക്കുന്ന സമയത്ത് രണ്ട് മേഖലകളിലാണ് ദൈവം തൻ്റെ പ്രവർത്തികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ട് മേഖലകളിലാണ് ദൈവപ്രവർത്തി വെളിപ്പെടുന്നത്. ഒന്ന് ദൃശ്യമണ്ഡലത്തിൽ ദൈവപ്രവർത്തി വെളിപ്പെടുന്നതോടൊപ്പം തന്നെ അദൃശ്യമണ്ഡലത്തിലും ദൈവം ഹല്ലേലൂയ തൻ്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൃശ്യമണ്ഡലത്തിൽ നടക്കുന്നത് നമുക്ക് കാണുവാനായി കഴിയും. ഇവിടെ ഇപ്പോൾ ഒരു വ്യക്തി രോഗിയാണെന്ന് ചിന്തിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ശാരീരിക മണ്ഡലങ്ങളിൽ അനുഭവിക്കുന്ന രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുന്നു. അത് നമ്മുടെ കണ്ണുകൊണ്ട് അവർക്ക് അനുഭവിക്കുന്ന സൗഖ്യത്തെയും അവർക്ക് മടക്കി ലഭിക്കുന്ന ബലത്തെയും നമുക്ക് കാണുവാനായി കഴിയും. ഹല്ലേലൂയ. അതാണ് ദൃശ്യമണ്ഡലത്തിൽ ദൈവം ചെയ്യുന്ന പ്രവർത്തികൾ. എന്നാൽ അതിനേക്കാളും എല്ലാം അപ്പുറമായി നമുക്ക് കാണുവാൻ കഴിയാത്ത മറ്റൊരു മേഖലയുണ്ട്. അദൃശ്യ മണ്ഡലങ്ങൾ കാണുവാൻ കഴിയും, പക്ഷേ അതിൻ്റെ തലത്തിലേക്ക് കയറി വരുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് ആ മേഖലയെ കാണുവാൻ കഴിയത്തുള്ളൂ. അതിനാൽ അപ്പോൾ രണ്ട് മേഖലകളിലാണ് ദൈവം തൻ്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുന്നത്. നമുക്ക് കാണുവാൻ കഴിയാത്ത അദൃശ്യ മേഖലകളിൽ വമ്പൻ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, അദൃശ്യ മണ്ഡലത്തിൻ്റെ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ ഒരുക്കുന്ന പദ്ധതികളെ ആത്മാവിൽ തിരിച്ചറിയുവാനുള്ള ദൈവകൃപ എനിക്ക് തരണമേ. ഹല്ലേലൂയ. हालेलुया। सिबगा यहाँ पर चलने के समय दो मंडलों पर हाले पवित्र परमेश्वर हालेलुया कार्य करता है। एक दृश्य मंडल में परमेश्वर कार्य करता है, दूसरा अदृश्य मंडल पर परमेश्वर कार्य करता है। जो दृश्य मंडल पर जो होता है हमारे आंखों से देख सकता है, लेकिन जो अदृश्य मंडल में जो करता है और हालेलुया जो परमेश्वर करेंगे वो हमें देख नहीं सकता है, लेकिन पवित्र परमेश्वर के वचन पढ़ेगा तो हमें वहां पे देख सकता है। वचन में हालेलुया एक वचन में हम पढ़ेगा तो वहां देख सकता है, वो भी हमें देख सकता है, लेकिन हमारे स्पिरिचुअल रिलम उस तरीका से हालेलुया ऊंचा होने के आवश्यकता है। हमारे प्रार्थना, हमारे आराधना, हमारे हालेलुया जो डेडिकेशन हालेलुया हमारे समर्पण हालेलुया उसके साथ हम परमेश्वर के वचन के हालेलुया हालेलुया वचन से पढ़कर जो जैसे हमें जो अदृश्य मंडल पर हमारे खिलाफ करने वाला शैतानी की आलोचना को पद्धतियों को हमें समझ में आना चाहिए, तो हम परमेश्वर से प्रार्थना करना। परमेश्वर जो परमेश्वर के दास लोग प्रकाशन के द्वारा देखा हुआ हालेलुया अदृश्य मंडलों पर परमेश्वर के हालेलुया लोगों के खिलाफ कार्य करने वाला शैतान को पकड़ने के लिए उनके हालेलुया योजना को समझकर प्रार्थना रूम में जाकर आत्मा अभिषेक के साथ प्रार्थना करके हालेलुया करते हुए शैतानी का हालेलुया बंधनों को शैतानी की योजना को नाश करने के लिए परमेश्वर के कृपा हम परमेश्वर से हालेलुया मांगना है, हम परमेश्वर से प्राप्त करना है। हालेलुया। അപ്പോൾ हालेलुया രണ്ട് മേഖലകളിലാണ് ദൈവം തന്റെ പ്രവർത്തികളെ വെളിപ്പെടുത്തുന്നത്. ഒന്ന് നമുക്ക് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകും, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. हालेलुया എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നു ജ്ഞാനത്തിന്റെയും അതോടൊപ്പം തന്നെ വെളിപ്പാടിന്റെയും ആത്മാവ് എന്ന് പറയുന്ന രണ്ട് പദങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നു. ഒന്ന് ജ്ഞാനത്തിന്റെ ആത്മാവ്, രണ്ട് വെളിപ്പാടിന്റെ ആത്മാവ്. ജ്ഞാനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൃശ്യമണ്ഡലത്തിൽ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന മേഖലയിൽ നടക്കുന്ന വിഷയങ്ങളെ ജ്ഞാനത്തോടുകൂടെ കൈകാര്യം ചെയ്യുവാൻ ദൈവം നന്ദിരിക്കുന്നതാണ് ജ്ഞാനത്തിന്റെ ആത്മാവ്. ഇവിടെ ഇപ്പോൾ ഒരു പ്രയാസം നടക്കുന്നു, അല്ലെങ്കിൽ ഹല്ലേലൂയ ചില വ്യക്തികൾ ഹല്ലേലൂയ സ്തോത്രം ആരാധനയെ തടയുവാനായി കടന്നു വരുന്നു. ആ സമയത്ത് ജ്ഞാനത്തോടുകൂടെ പരിജ്ഞാനത്തോടുകൂടെ ആ വിഷയത്തെ ഡീൽ ചെയ്യുവാൻ ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നതാണ് ജ്ഞാനത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവസഭകൾക്കകത്ത് ഒരു വിഷയം കടന്നു വന്നാൽ ജ്ഞാനത്തോടുകൂടെ കൈകാര്യം ചെയ്യുവാൻ വിശ്വാസികൾക്ക് കഴിയാതെ പോകുന്നതിന്റെ കാരണം അവർക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവ് പ്രാപിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. വീട്ടിനകത്തൊരു വിഷയം വരട്ടെ, കുടുംബത്തിനകത്തൊരു വിഷയം വരട്ടെ, ദൈവസഭയ്ക്കകത്തൊരു വിഷയം വരട്ടെ, നമ്മൾ ഉപജീവനം ഹല്ലേലൂയ കഴിക്കുന്ന മേഖലയിൽ ഒരു വിഷയം വരട്ടെ, ജ്ഞാനത്തോടുകൂടെ വ്യക്തി ജീവിതങ്ങളോട് സംസാരിക്കുവാൻ, കുടുംബ ജീവിതത്തിനകത്ത് ദൈവസഭയ്ക്കകത്താകട്ടെ കൂട്ടുവിശ്വാസികളോടാകട്ടെ നമ്മോടുകൂടെ പഠിക്കുന്ന സഹപാഠികളോടാകട്ടെ നമുക്ക് ജ്ഞാനത്തോടുകൂടെ പരിജ്ഞാനത്തോടുകൂടെ ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ ദൈവത്തെ സേവിക്കുന്നവനാണ്, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നവനാണ്, ഞാൻ പറയേണ്ട പദങ്ങൾ, ഞാൻ സംസാരിക്കേണ്ട വാക്കുകൾ, ഞാൻ ഡീൽ ചെയ്യേണ്ട രീതികളൊക്കെ വ്യത്യാസമാണ്. കർത്താവേ, ഞാനൊരു ലോകജാതികാരനെ പോലെ ആകാതെ ജ്ഞാനത്തോടുകൂടെ വിഷയങ്ങളെ അഭിമുഖീകരിക്കുവാൻ എനിക്ക് ജ്ഞാനത്തിന്റെ ആത്മാവിനെ തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ.
ഇതാണ് ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തെ കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം 139 സങ്കീർത്തനം ഹല്ലേലൂയ ഒന്ന് വായിച്ചേ, ആ വാക്യം ഒന്ന് വായിച്ചേ, അത് വായിക്കാൻ ഹല്ലേലൂയ അതിന്റെ 6ാമത്തെ വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സങ്കീർത്തനം 139 ഭജൻ സംഗീത 139 വേഴ്സ് 6 139ന്റെ 6. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. കണ്ടോ, ഇവിടെ ദൈവത്തിന്റെ ദാസൻ പറയുന്നത് കണ്ടോ, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. അത്ഭുതം എന്നല്ല പറയുന്നത്. അത്ഭുതം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രോഗസൗഖ്യം നടന്നാൽ, കാഴ്ചയില്ലാത്ത ഒരു വ്യക്തിക്ക് കാഴ്ച ലഭിച്ചു, കേൾവിയില്ലാത്ത വ്യക്തിക്ക് ഒരു കേൾവി ലഭിച്ചു, ഹല്ലേലൂയ സ്തോത്രം ക്യാൻസർ ആയിരുന്ന വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചു, നടക്കാത്ത വ്യക്തി നടക്കാൻ തുടങ്ങിയതിനെ അത്ഭുതം എന്ന് പറയും. എന്നാൽ അത്ഭുതത്തിനേക്കാളും മുകളിൽ നിൽക്കുന്നതാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. നമ്മളൊക്കെ അത്ഭുതത്തെ വളരെയധികം സ്നേഹിക്കുന്നവരാണ്, അത്ഭുതം നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന മറ്റൊന്നുണ്ട്, ദൈവിക പരിജ്ഞാനം. അത് പ്രാപിക്കാൻ നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ല. അത്ഭുതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, അത്ഭുത വഴി തുറക്കണമേ, അത്ഭുത വാതിൽ തുറക്കണമേ. തലമുറകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ ദൈവസന്നിധി, രോഗസൗഖ്യങ്ങൾക്ക് വേണ്ടി, അത്ഭുത വിടുതലുകൾക്ക് വേണ്ടി എല്ലാം നമ്മൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ ദൈവമക്കൾ അതിനേക്കാൾ ഉപരിയായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ട ഒന്നുണ്ട്. കർത്താവേ, അത്ഭുതത്തിനേക്കാളും മുകളിൽ നിൽക്കുന്ന അത്യത്ഭുതമാകുന്ന ദൈവിക പരിജ്ഞാനം, അതിൻ്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ എന്ന് ദൈവമക്കൾ ദൈവസന്നിധി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വന്നാൽ, ഒരു പ്രശ്നം കടന്നു വന്നാൽ, ഇത് ദൈവം ഇട്ടതാണോ പിശാചിട്ടതാണോ എന്ന് അറ്റ്ലീസ്റ്റ് തിരിച്ചറിയുവാനുള്ള ഒരു ദൈവകൃപ വേണ്ടേ? ആമേൻ. ഇവിടെ നോക്കിയേ, എന്താ അല്ലെങ്കിൽ ദാവീദ് ഇത് പരിജ്ഞാനത്തെ പറയാനുള്ള കാരണം? അതിന്റെ 5ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ മുമ്പും പിൻപും എന്നെ അടച്ചു. കണ്ടോ, ദാവീദിന്റെ ജീവിതത്തിൽ മുമ്പും പിമ്പും ദൈവം അടച്ചു വെച്ചിരിക്കുക. പുള്ളിക്കാരൻ പറഞ്ഞു ദൈവസന്നിധിയിൽ ഇരുന്നപ്പോ, ഹല്ലേലൂയ നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോ പുള്ളി കണ്ടോ, തൻ്റെ മുമ്പും പിമ്പും അടഞ്ഞിരിക്കുന്നു. പുള്ളി പറഞ്ഞില്ല ഇത് സാത്താനാണ് അടച്ചത്, ഇതെൻ്റെ അയൽവാസി മന്ത്രവാദം ചെയ്തിട്ടാണ് അടയപ്പെട്ടതൊന്നുമല്ല പറഞ്ഞത്. പുള്ളി ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഒരു കാര്യം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. എന്താണ്? ഇത് ദൈവമാണ് അടച്ചത്. ഇത് വെളിപ്പെട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭക്തൻ പറഞ്ഞു, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണ്. ഇന്ന് പകൽക്കാലം നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നമ്മൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ, ഇത് ദൈവമായി തന്നതാണോ അതോ ഇത് സാത്താൻ കൊണ്ടിട്ടതാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ പരിജ്ഞാനം ആവശ്യമാണ്. ഹല്ലേലൂയ. കുടിക്കുവാൻ വെള്ളമില്ലെങ്കിലും, കഴിക്കുവാൻ ആഹാരമില്ലെങ്കിലും, കയറിക്കിടക്കുവാൻ നല്ലൊരു ഇടമില്ലെങ്കിലും, ഇന്ന് പകൽക്കാലം ദൈവത്തോട് അതെല്ലാം ആവശ്യമാണ്. പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരിയായി ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്ന സാഹചര്യങ്ങളെ ആത്മാവിൽ വിവേചിച്ച് തിരിച്ചറിയുവാനുള്ള ദൈവിക പരിജ്ഞാനത്താൽ എന്നെ നിറയ്ക്കണം. നമ്മുടെ ഭവനങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ വഴിമാറും. പൈശാചിക മണ്ഡലങ്ങൾ ഭവനങ്ങൾക്കകത്ത് വാക്കുകൾക്ക് കൊണ്ട് കോർത്തിണക്കി അതിനകത്ത് പ്രതിസന്ധികളെ സൃഷ്ടിച്ച് വ്യക്തി ജീവിതങ്ങൾ തമ്മിൽ പിണക്കങ്ങളും പരിഭവങ്ങളും ഉണ്ടാക്കുന്നതിൻ്റെ പുറകിൽ നിൽക്കുന്ന പൈശാചിക മണ്ഡലത്തെയും അതിൻ്റെ പ്രവൃത്തി തലത്തെയും തിരിച്ചറിയുവാൻ ഒരു ദൈവിക പരിജ്ഞാനം ഇന്ന് പകൽക്കാലം പ്രാപിച്ചെടുത്തു കഴിഞ്ഞാൽ കുടുംബങ്ങൾക്കകത്ത് സമാധാനങ്ങൾ ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. അല്ലെങ്കിൽ നമ്മൾ സ്വാർത്ഥ മനസ്സുകൊണ്ട് ഒരു കേവലം സാധാരണക്കാരനെ പോലെ നമ്മൾ ചിന്തിക്കുവാനിടയാകും. ഞാൻ എൻ്റെ വിഷയമേ അല്ല, എങ്കിലും ദൈവാത്മാവ് അങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, പരിജ്ഞാനം തരണം. ഈ രോഗം, ഈ പ്രതിസന്ധി, ഈ കഷ്ടത, ഈ പ്രതികൂലം, ഈ ഞെരുക്കം, ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഇതിൻ്റെ പുറകിൽ ദൈവം ഒരു പ്രതിസന്ധി ഇട്ടാൽ അത് നമ്മെ തകർക്കാനല്ല, അതിലൂടെ ദൈവത്തിന് നമുക്ക് കൈമാറുവാൻ ഒരു സന്ദേശമുണ്ട്. ദൈവം അതിനകത്തുകൂടെ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ചില ദൈവിക ദൂതുകളുണ്ട്. ഇന്ന് പകൽക്കാലം പ്രതിസന്ധിയുടെ മധ്യത്തിൽ പിറുപിറുത്തുനിന്ന് നിർത്തിയിട്ട് ദൈവസന്നിധിയിൽ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഇത് അങ്ങ് അനുവദിച്ചതാണെങ്കിൽ ഇതിൻ്റെ അകത്തുകൂടെ എൻ്റെ ദൈവം എന്താണ് എന്നോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? ആ ദൈവിക സന്ദേശത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത മൂവ്മെന്റിൽ നിന്റെ വിടുതൽ കടന്നു വരും. അടുത്ത മേഖലയിലേക്ക് ദൈവം നമ്മെ ഉയർത്തിക്കൊണ്ടു പോകുവാനിടയാകും. നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ചിലതിന് മറുപടികൾ ലഭിക്കാത്തതിന്റെ കാരണമെന്ന് പറയുന്നത് ദൈവം നമ്മോട് കണക്ട് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഇതുവരെയും നാം തിരിച്ചറിയുവാൻ മനസ്സ് വെച്ചിട്ടില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, അങ്ങേക്ക് എന്നോട് എന്തോ പറയാനുണ്ട്.
പ്രവാചകന്മാരുടെ പുറകെ ഓടുന്നതിന് മുന്നമേ, പ്രവാചകന്മാരെ തേടി ഓടുന്നതിന് മുന്നമേ ദൈവസന്നിധിയിൽ ഒരു അല്പസമയം ചെലവിട്ട് നോക്കിയ പരിശുദ്ധനാം ദൈവം വ്യക്തമായി നമ്മോട് ഇടപെടൂ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് നമ്മോട് പറയുവാൻ ചിലതുണ്ട്, ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ ചിലതുണ്ട്. അതിനപ്പുറത്ത് വിടുതലുകൾ കിടപ്പുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും ആത്മാവ്, അതോടൊപ്പം തന്നെ വെളിപ്പാടിൻ്റെ ആത്മാവ്. ഈ വെളിപ്പാടിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിക്കുന്ന പല ചോദ്യത്തിൻ്റെ മറുപടി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ എല്ലാം ഓക്കെയാണ്, വേറെ കുഴപ്പമൊന്നുമില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ ആരാധിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷേ എന്തുകൊണ്ട് കർത്താവ് ഇതിനൊരു മാറ്റം വരുന്നില്ല എന്ന് നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ചോദ്യം ഉയരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധനാം ദൈവത്തിന് നമ്മോട് പറയാൻ ഒന്നുണ്ട്. അദൃശ്യ മണ്ഡലങ്ങളിൽ നിനക്കെതിരെ പദ്ധതികൾ ഒരുക്കി നിന്നെ തകർത്ത് കളയുവാൻ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില മേഖലകളുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെ ആത്മാവിൽ കണ്ടുകൊണ്ട് നീ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി മുട്ടിന്മേൽ നിന്ന് ആത്മാവിൽ പോരാടാൻ തയ്യാറാണെങ്കിൽ അതിന്റെ മേൽ ദൈവപ്രവർത്തികളെ വെളിപ്പെടുത്തി വിടുതലുകളെ കരത്തി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഈ വെളിപ്പാടില്ലാതെ നമ്മൾ ഈ ഇരുട്ടത്ത് കിടന്ന് ഹല്ലേലൂയ സ്തോത്രം വെട്ടുന്നത് കൊണ്ട് ആർക്കും വെട്ടേക്കാത്തത് ഇന്ന് പകൽക്കാലം ഈ പരിജ്ഞാനത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുന്നതോടൊപ്പം തന്നെ വെളിപ്പാടിന്റെ ആത്മാവിന് ഇന്ന് പകൽക്കാലം 40 നിമിഷം അതരങ്ങളെ ചലിപ്പിച്ച് പ്രാർത്ഥിച്ച് ഏതൊക്കെയോ മേഖലകളിൽ നമ്മുടെ വിടുതലുകളെ തടഞ്ഞു വെക്കുന്ന ചില ശക്തികളുണ്ട്. ദാനിയേൽ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, തന്റെ പ്രാർത്ഥനയെ ആദർശ മണ്ഡലത്തിൽ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ 21 ദിവസം തടഞ്ഞു വെച്ചതുപോലെ ഇന്ന് പകൽക്കാലം നമ്മുടെ വിടുതലുകൾ ഏതൊക്കെയോ മേഖലകളിൽ അന്ധകാര മണ്ഡലങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുമ്പോൾ അത് ആത്മാവിൽ കണ്ടുകൊണ്ട് നാം ദൈവസന്നിധി പ്രാർത്ഥിച്ച് ദേശാധിപതി മണ്ഡലങ്ങൾ, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, അന്ധകാര ശക്തികൾ, മറഞ്ഞു കിടക്കുന്ന വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആത്മാവിൽ യേശുവിന്റെ നാമത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം ചലിക്കട്ടെ. അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. വാദിച്ചു നിൽക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന അന്ധകാര പദ്ധതികൾ, ദേശാധിപതി മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഷാധാരമാന ഹത്തുരാലമാന റിഖാലമാന ശൂഢാരഗമന അത്തരക്ഷമനദീരഗച്ഛസിയ അതരക്ഷമനാരഗച്ഛലക്ഷസിയാരെ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കും. हालेलुया परमेश्वर के हाल यीशु मसीह एक बार उनके चेलों को भेजा है अलग अलग ग्रामों में जाकर हालेलुया गांव में जाकर हालेलुया हालेलुया जाकर परमेश्वर के सेवा करने के लिए एक बार परमेश्वर ने 17 लोगों को हाले चुना है हालेलुया 2-2 करके हाले 35 ग्रुप बना के अलग अलग जगहों पर यीशु मसीह ने उनके चेलों को भेजा। लूका का सुसमाचार 5वां अध्याय उसका 17वां वचन पढ़िए, एक बार पढ़िए। ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, 10-ാം അധ്യായം 10-ാം അധ്യായം उसका 17 10-ന്റെ 17 അവൻ 70 പേർ ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്ന് കർത്താവേ നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. हालेलुया सिस्टर जी आपको हिंदी में पढ़ सकता है तो पढ़िए, नहीं ठीक है हालेलुया आप पढ़ना है ना वचन हालेलुया ഇവിടെ എഴുതിയിരിക്കുകയാണ് യേശു കർത്താവിന്റെ അരികിൽ 10-ാം അധ്യായം हालेलुയ അതിന്റെ ആദ്യ വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു യേശു കർത്താവ് പഠിയേ 10वां अध्याय इसका पहले അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു.
താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈ രണ്ടായിട്ട് അയച്ചു. അവരോട് പറഞ്ഞത്, കൊയ്ത്ത് വളരെയുണ്ട് സത്യം, വേലക്കാരോ ചുരുക്കം. ആകയാൽ കൊയ്ത്തിന്റെ യജമാനനോട് തന്റെ കൊയ്ത്തിന് വേലക്കാരെ അയക്കേണ്ടതിന് അപേക്ഷിപ്പീൻ. പോകുവിൻ, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. കണ്ടോ, ഇവിടെ യേശു കർത്താവ് 70 പേരെ തെരഞ്ഞെടുക്കുകയാണ്. 70 പേരെ തെരഞ്ഞെടുത്തതിൽ ഈ 2 പേരായി 35 ഗ്രൂപ്പുകളാക്കി അരികെയുള്ള ഗ്രാമങ്ങളിലേക്കും പട്ടണങ്ങളിലേക്കും കർത്താവ് കടന്നു ചെല്ലുവാൻ ആഗ്രഹിക്കുക മേഖലകളിലേക്ക് തന്റെ വേല ചെയ്യുവാനായി ഈ 35 ഗ്രൂപ്പിനെ 70 പേരെ ഈ 2 വീതം യേശു കർത്താവ് പറഞ്ഞയക്കുകയാണ്. പറഞ്ഞയക്കുന്നതിന് മുന്നമേ യേശു അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു പദം ഇതാണ്: ഞാൻ ചെന്നായ്ക്കട നടുവിൽ നിങ്ങളെ ഞാൻ കുഞ്ഞാടുകളെ പോലെ എന്ത് ചെയ്യുന്നു? അയക്കുന്നു. ഹല്ലേലൂയ. ആരുടെ നടുവിലേക്കാണ് നിങ്ങൾ അയക്കുന്നത്? ചെന്നായ്ക്കട നടുവിലേക്കാണ് അയക്കുന്നത്. ആലിലെ തെരഞ്ഞെടുത്തപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. ആലിലെ 35 ഗ്രൂപ്പുകളായി തിരിച്ചപ്പോൾ സന്തോഷം ഉണ്ടായിരുന്നു. പക്ഷേ അടുത്ത് കേട്ട ദൂത് വളരെ സന്തോഷം ഉളവാക്കുന്ന ദൂതല്ല. അല്ല, നിങ്ങളെ ഞാൻ അയക്കുന്നത് എങ്ങോട്ടാണ്? ഏത് കുഞ്ഞാട് ഒരു ചെന്നായുടെ മുമ്പിൽ ചെന്നുപെട്ടാലും രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകും, മുറിവുകളേൽക്കാൻ സാധ്യതകളുണ്ട്, കണ്ണുനീരോടുകൂടെ കടന്നു വരുവാനേ സാധ്യതയുള്ളൂ. പക്ഷേ ആലലി യേശു കർത്താവ് ഇവിടെ ആലലി 70 പേരെ തെരഞ്ഞെടുത്തിട്ട് അവരെ അയക്കുമ്പോൾ ആലലി ഒരുപക്ഷെ മനസ്സിനെ ഭീതിപ്പെടുത്തുന്ന ഒരു ആലോചന കേട്ടുകൊണ്ടായിരിക്കാം അവർ ആലലിയെ കടന്നുപോയതെങ്കിലും 17ാമത്തെ വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുന്നു, അവരെങ്ങനെയാ കടന്നു വന്നത്? സന്തോഷത്തോടുകൂടെ മടങ്ങി വന്നു. അവരെങ്ങോട്ടുകൂടെ എങ്ങനെയാ വന്നത്? ആലലിയെ കേട്ടുകൊണ്ടുപോയ ദൂത് പ്രതികൂലത്തിന്റെ ആണെങ്കിലും ആലലിയ സ്തോത്രം അവർ മടങ്ങി വന്നത് സന്തോഷത്തോടു കൂടെയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനാൽ ഒരു ദൂത് പറയാ, നീ ഇന്ന് ചില പ്രതിസന്ധികൾ കാണുന്നുണ്ടായിരിക്കാം, ഇന്ന് ചില പ്രതികൂലങ്ങളിലൂടെ നീ കടന്നു പോകുന്നുണ്ടായിരിക്കാം. പക്ഷെ ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് രക്തച്ചൊരിച്ചിലല്ല, ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് കണ്ണുനീരല്ല, ഇതിന്റെ അവസാനം എന്ന് പറയുന്നത് നിന്റെ നാശമല്ല, ഇതിന്റെ അവസാനം നീ എഴുന്നേറ്റ് നിന്ന് സാക്ഷ്യം പറയത്തക്ക രീതിയിൽ ചില ദൈവപ്രവർത്തികളെ തന്നു മാനിക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവമാണോ അയച്ചേ? ആലലിയ ദൈവമാണോ ആലോചന പറഞ്ഞത്? ദൈവമാണോ നിയോഗം തന്നത്? അതിനകത്ത് ഇനി വെല്ലുവിളിക്കുന്ന ഏതെല്ലാം ചെന്നായ്ക്കൾ നിനക്ക് നേരെ ആലലിയ ചാടി വന്നെന്ന് വന്നാൽ ആത്മാഭിഷേകമുള്ളവൻ ഭയപ്പെട്ടു പോകണ്ട. അയച്ചത് ദൈവമാണെങ്കിൽ നിന്നെ ഒറ്റയ്ക്ക് വിട്ടേച്ച് പോകുന്നവനല്ല. ഒറ്റപ്പെട്ട് ചില മേഖലകളിൽ നീ കടന്നു പോകേണ്ടി വന്നാലും അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് നമ്മെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നാശം കാണാൻ ആഗ്രഹിക്കുന്നവന്റെ മധ്യത്തിലും നീ സന്തോഷത്തോടെ അവർ കടന്നു വന്നിട്ട് യേശുവിനോട് എന്താ പറയുന്നത്? സാക്ഷ്യം പറയുകയാണ്. എന്താ അവിടെ പറഞ്ഞത്? ഹല്ലേലൂയ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് എന്ത് ചെയ്തു? കീഴടങ്ങി. അങ്ങനെയെങ്കിൽ ദൈവം സാക്ഷ്യം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ, വിശ്വസിച്ചോ? ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ആലോചന പറയുവാൻ നിയോഗം തരുന്നുകൊണ്ട് പറയുകയാണ്. വരും ദിവസങ്ങളിൽ ചില സാക്ഷ്യങ്ങൾ കരത്തിൽ തന്ന് 2024 ഡിസംബർ മാസം അവസാനിക്കുന്നതിന് മുന്നമേ ചില സാക്ഷ്യങ്ങളെ കരത്തിൽ തന്നുകൊണ്ട് ദൈവം എന്നെ ഈ ഒരു വർഷക്കാലം നടത്തിയ വിധങ്ങളെ പറയത്തക്ക വിധത്തിൽ പരിശുദ്ധനാം ദൈവത്തിന്റെ കരം നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് 24 അവസാനിക്കുന്നത് ദുഃഖത്തോടുകൂടെ ആയിരിക്കത്തില്ല. ഈ വർഷം സന്തോഷത്തിന്റെ സുദിനങ്ങളെ ജീവിതത്തിന്റെ മുമ്പിൽ തന്നുകൊണ്ട് വിശ്വസിച്ച് ഭാരപ്പെട്ട ദിവസങ്ങൾ മുമ്പിലുണ്ടായിരുന്നു, കരഞ്ഞ നാളുകൾ പുറകിലുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്ത ദിവസങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി. ഒറ്റപ്പെട്ട മേഖലകൾ നിങ്ങൾ ജീവിതത്തിലായപ്പോൾ ആരൊക്കെയോ ആലലിയ സ്തോത്രം കൂടെ നിൽക്കുമെന്ന് ചിന്തിച്ചവർ ആരും നിൽക്കാതെ ഒറ്റപ്പെട്ടു പോയ മേഖലകൾ വന്നു. പക്ഷേ അവസാനം ദൈവം പറയുന്നത്, ഹല്ലേലൂയ, നിന്റെ കരത്തിൽ ഞാൻ സാക്ഷ്യത്തെ തരൂ. നീ കടന്നു വന്ന് സാക്ഷ്യത്തെ പറയത്തക്ക വിധത്തിൽ ഈ ആലയത്തിൽ നിന്ന് ഒരുപക്ഷേ പലപ്പോഴും നിങ്ങൾ ദുഃഖത്തോടുകൂടെ നടക്കാത്ത വിടുതലുകളെ ഓർത്തുകൊണ്ട് ഭാരത്തോടുകൂടെ ആയിരിക്കാൻ പോയിരിക്കുന്നത്. എന്നാൽ ഇനി നിങ്ങളെ ദൈവം മടക്കിക്കൊണ്ടുവരുന്നത് ചില സാക്ഷ്യങ്ങളെ കരത്തിൽ തന്നുകൊണ്ട് ദൈവം ചെയ്ത ചില പ്രവർത്തികളെ ഘോഷിക്കത്തക്ക വിധത്തിൽ ഈ യഹോവയാൽ സംഭവിച്ചു മനുഷ്യരുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു.
Aramanaba Shamdara Jagadana Oramana Sikoria हालेलुया रिखेली बाशाद ने आज के अवस्था को देखकर रोना नहीं, आज आपके जीवन में प्रतिकूल अवस्था होगा, आज आपके जीवन में रोग कष्ट क्लेश देख रहे हैं क्या, लेकिन आज परमेश्वर आपसे ये बोलना चाहता हूं, चिंता मत कर, जो जगह पर आपने आया उस जगह पर आपके चंगा करने वाला है, आपके छुटकारा देने वाला है, आपकी अवस्था को बदलने वाला है। विश्वास के साथ परमेश्वर को धन्यवाद करें। ये परमेश्वर आपके आराधना करने के लिए, आपके स्तुति करने के लिए, आपके चरणों पर आने के लिए मेरे जीवन पर आप अवसर दिए, इसलिए धन्यवाद करें। हालेलुया പകൽക്കാലം ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ ഈ ദൈവത്തെ സേവിക്കാൻ ദൈവം തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ പരിശുദ്ധനാം ദൈവം അയച്ചതാണെങ്കിൽ ദൈവാത്മാവ് അങ്ങനെ തന്നെ ഒരു ദൈവത്തിൻ്റെ ദൂതനെ ദൈവം നമുക്കറിയാം ബെഥസ്ത കുളത്തിൽ ദൈവം ദൂതൻ ഇറങ്ങി എന്ത് ചെയ്യും? കുളത്തെ കലക്കും. അതിൽ ദൂതൻ ഇറങ്ങി കുളത്തെ കലക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തിന് മേളിയിരിക്കുന്ന ദൈവത്തിന് ദൈവം വിചാരിച്ച ഒരു കുളം കലങ്ങാനാണ് പ്രയാസം. ഒറ്റ വാക്കിൽ സകലതും സൃഷ്ടിച്ച ദൈവം അല്ല ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടാക്കി. ആല വെളിച്ചമുണ്ടാകട്ടെ, ആല പറവകളുണ്ടാകട്ടെ, ആലലിയ സ്തോത്രം. ഇതെല്ലാം ദൈവം ഒറ്റ വാക്കിൽ ഉളവാക്കിയെങ്കിൽ ഒരു കുളത്തെ കലക്കാൻ ദൈവത്തിനൊരു ദൂതൻ ഇറക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ന് പകൽക്കാലം ഒരു ദൂതുണ്ട്. ദൈവത്തിൻ്റെ കാര്യപരിപാടിക്കകത്ത് അവനോടുകൂടെ നിൽക്കുന്നവർക്കും ദൈവ സ്ഥാനം കൊടുക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ, ഇവിടെയുള്ള ആരൊക്കെ നിന്നെ അവഗണിച്ചെന്ന് പറഞ്ഞാലും നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ കാര്യപരിപാടിക്ക് നീ അവനോടുകൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവസരങ്ങളെ ഒരുക്കി തന്നു നിന്നെ മാനിക്കാൻ ഈ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ ശമന ധൂരാലവ ശംദൽ ഖൗഡവദന റിഖാലവ ശംദൽ ഖൗഡവ. ഇന്ന് പകൽക്കാലം പറഞ്ഞ് ഒരു ഉണർവ് ഈ ദേശത്ത് വെളിപ്പെടുമ്പോൾ അതിന്റെ ഭാഗമായി എന്നെയും എന്റെ സഭയെയും ദൈവം ഉപയോഗിക്കും. വൻപന്മാർ പലരും മുട്ടുമടക്കുന്ന മേഖലകളിൽ നിസ്സാരനായി കണ്ടിരിക്കുന്ന നിന്നെ എന്റെ ദൈവം ഉപയോഗിക്കും. പറഞ്ഞ ഞാനുണ്ട്, ആ കൂട്ടത്തിൽ ഞാനുണ്ട്. എന്റെ ദൈവത്തിന് വലിയ ചില പദ്ധതികളുണ്ട്, അതിനകത്ത് എന്നെയും ദൈവം ഭാഗമാക്കും. ശബരമനത് ഇന്ന് പകൽ നമ്മെ അവഗണിക്കുന്നവർ ഒത്തിരി പേരുണ്ടായിരിക്കാം. അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട മണ്ഡലങ്ങൾ ഉണ്ടായിരിക്കാം. പുറമെ പറയാതെ അകത്തളങ്ങളിൽ വേദനകൾ ഒതുക്കി വച്ചിരിക്കുന്ന മേഖലകൾ ഉണ്ടായിരിക്കാം. ചില തിട്ടാനുഭവങ്ങൾ ചില മേഖലകളിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ദൈവം പറയുന്നു, അടുത്ത ചില ദൈവിക പദ്ധതികൾക്കകത്ത് ദൈവം നിന്നെയും കാറ്റി നിറത്തും. സ്വർഗത്തിൽ നിന്ന് ദൂതനെ ഇറക്കി ആ കുളം കലക്കിയതുപോലെ ചില മേഖലകളിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ ചെയ്തെടുക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിർബന്ധിക്കുന്നത് കൊണ്ട് എനിക്കറിയാം. ഞാൻ ഇന്ന വ്യക്തി എന്ന് തലയിൽ കൈവച്ചെന്നും ദൂത് പറയുന്നില്ല. പക്ഷെ ഇതിനകത്തിരിക്കുന്ന ചിലരോടുള്ള ഒന്നിൽ പരം വ്യക്തികളോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. അല്ലെങ്കിൽ ദൈവിക കാര്യപരിപാടിക്കകത്ത് ആരെല്ലാം നിന്നെ കയറ്റി നിർത്തണ്ടെന്ന് വെച്ച് തള്ളി മാറ്റി എന്ന് പറഞ്ഞാൽ നിഷേധിക്കുവാൻ കഴിയാത്ത വിധത്തിൽ എൻ്റെ ദൈവം നിന്നെ അകത്തേക്ക് കയറ്റും. ഇഷ്ടമില്ലാത്തവർക്ക് പോലും നിനക്ക് കരം തരേണ്ടതായിട്ട് കടന്നു വരും. ഇത് ദൈവിക പദ്ധതികളാണ്. ദൈവം അത് ചെയ്തെടുക്കാൻ പോകുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചേ, അതിന് ആ ഭാഗം ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചതുകൊണ്ട് അതിനകത്തുനിന്ന് ഒരു ദൂതും കൂടെ പറയാം. സ്തോത്രം. അല്ലെ സ്തോത്രം. ദൂതൻ ഇറങ്ങി കുളം കലക്കാൻ വന്നു. പക്ഷേ അവിടെ കാണുന്നു യേശു അവനെ കണ്ടു എന്ന് എഴുതിയിരിക്കുന്നു. ബെഥസ്ത കുളത്തിൽ 38 സംവത്സരമായി കിടക്കുന്ന മനുഷ്യനെ ആര് കണ്ടു? യേശു കണ്ടു. പക്ഷേ ഈ പല പ്രാവശ്യം ഇറങ്ങി വന്ന ദൂതൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഹല്ലേലൂയ. പല പ്രാവശ്യം ഇറങ്ങി വന്ന് കുളം കലക്കാൻ, പക്ഷേ ഒരിക്കൽ പോലും ഈ ഇത്രയും വർഷമായിട്ട് കിടന്ന മനുഷ്യനെ ഒന്ന് നോക്കാൻ പോലും മനസ്സ് വെച്ചില്ല. ഇന്ന് പകൽക്കാലം നിന്നെ കണ്ടിട്ടും കണ്ടില്ലെന്ന് പലരും നടിക്കുമ്പോൾ കാണേണ്ടവൻ നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവസ്ഥ മാറും കുഞ്ഞ്. ഇന്ന് പകൽക്കാലം പാസ്റ്റർമാരെ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ബാലിന് പ്രതിക്കൂട്ടിനകത്ത് ഞങ്ങളെ പോലുള്ളവർ നിങ്ങളെ കണ്ടില്ലെന്ന് വന്നാലും, ഈ ലോകത്തിലെ ഏതെല്ലാം വമ്പന്മാർ നിങ്ങളെ കണ്ടില്ലെന്ന് വന്നാലും, കാണേണ്ടവൻ ഇന്ന് പകൽക്കാലം കണ്ടാൽ അവസ്ഥ മാറും. അവൻ ഒരു വാക്ക് കൽപ്പിച്ചാൽ വിഷയങ്ങളുടെ മേൽ ദൈവ പ്രവർത്തി മരിച്ചതുപോലും ജീവനോടുകൂടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. പകൽക്കാലം വിശ്വാസമുണ്ടോ? പ്രാർത്ഥിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച, അപ്പാ നീ എന്നെ കാണാതെ പോകരുത്, അങ്ങന്റെ കുടുംബത്തെ കാണണമേ. നമ്മൾ കാണുമെന്ന് ചിന്തിച്ചതും, നമ്മെ വിളിക്കുമെന്ന് ചിന്തിച്ചവരും, നമ്മോട് കുശലം അന്വേഷിക്കുമെന്ന് ചിന്തിച്ചവരും, നമുക്ക് അവസരം തരുമെന്ന് ചിന്തിച്ചവർ ആരും കാണാതെ പോയാലും പല തിരക്ക് കാണുമെന്ന് പലർക്കും. കുളം കലക്കാനും ആലലിയ മീൻ പിടിക്കാനൊക്കെ ഉള്ള തിരക്കിൽ നിങ്ങളെ കണ്ടില്ലെന്ന് വരാം. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവം കണ്ടാൽ മതി, അത്രയും മാത്രം ചിന്തിച്ചാൽ മതി. കർത്താവ് നീ കാണാതെ പോകരുത്. പ്രവാചകൻ കണ്ടില്ലെങ്കിലും, പ്രവാചകി കണ്ടില്ലെങ്കിലും, രോഗശാന്തി പ്രാപ്തൻ കണ്ടില്ലെങ്കിലും, ഹാലലിയ സ്തോത്ര സ്ഥാനമാനങ്ങളുള്ളവർ കണ്ടില്ലേലും, നിന്റെ സഹോദരൻ നിന്നെ കണ്ടില്ലേലും, സഹോദരി നിന്നെ കണ്ടില്ലേലും, ഇന്ന് പകൽ ദൈവം കണ്ടാൽ അവസ്ഥ മാറുമെന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി അങ്ങ് ഒരടയാളം 9 എന്ന് പറഞ്ഞില്ല, 1 ദൈവം പ്രവർത്തിച്ചാൽ അവസ്ഥ മാറും. പ്രാർത്ഥിക്കാൻ പറ്റുമോ? പല ആവശ്യങ്ങളുണ്ട്. 1 ദൈവം നമ്മുടെ കുടുംബത്തെ സ്പർശിച്ചാൽ മതി, ദൈവം 1 പ്രവർത്തിച്ചാൽ മതി. ഒരടയാളം ദൈവം ചെയ്താൽ അതിൻ്റെ തുടർമാനമായി ദൈവപ്രവർത്തികൾ നിന്റെ ഭവനത്തിനകത്ത് നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇവർ കടന്നു വന്ന് യേശുവിനോട് എന്തോ പറഞ്ഞു? സാക്ഷ്യം പറഞ്ഞു. എന്താണ് സാക്ഷ്യം പറഞ്ഞത്? സാക്ഷ്യം പറഞ്ഞതാണ്, യേശുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾക്ക് ഭൂതങ്ങളും എന്ത് ചെയ്തു? കീഴടങ്ങി. അടുത്ത നിമിഷത്തിൽ യേശു അവരോട് പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, വായിച്ച്. ഇവിടെ അടുത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ അവരോട് സാത്താൻ മിന്നൽ പോലെ ആകാശത്തുനിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. കണ്ടോ? അവർ കണ്ടത് എന്താണ്? അവർ കണ്ടത് ഭൂതങ്ങൾ കീഴടങ്ങുന്നതാണ്. അവരുടെ കണ്ണുകൾ കൊണ്ടവർ കണ്ടത്. എന്നാൽ കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത മറ്റൊരു മേഖലയിൽ ദൈവപ്രവർത്തി വെളിപ്പെടുന്നത് ഞാൻ കണ്ടു. എന്താണ്? ആ വിടുതലുകൾക്ക് തടസ്സമായി അദൃശ്യമണ്ഡലങ്ങളിൽ വ്യാപരിച്ചു നിന്ന സാത്താന്യ ശക്തികൾ വെട്ടേറ്റ് നിലത്ത് വീഴുന്നത് ഞാൻ കണ്ടു. എങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ച കർത്താവേ, ദൃശ്യമണ്ഡലത്തിൽ ചില ദൈവപ്രവർത്തികൾ കാണണമെങ്കിൽ അദൃശ്യമണ്ഡലങ്ങളിൽ ആ വിടുതലുകളെ തടയുന്ന ചില വ്യാപാരങ്ങളെ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ആത്മാവിൽ തിരിച്ചറിയുന്നു. ഇതിനകത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്റെ ഭവനത്തിന് നേരെ, എന്റെ തലമുറകൾക്ക് നേരെ, എന്റെ നന്മകൾക്ക് നേരെ, എന്റെ ഉയർച്ചകൾക്ക് നേരെ, ദൈവസഭയുടെ വളർച്ചകൾക്ക് നേരെ വെല്ലുവിളിച്ചു നിൽക്കുന്ന സാത്താന്യ വ്യാപാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വെട്ടേക്കട്ടെ. ആത്മാവിൽ പ്രതികരിച്ച് ഇന്ന് പകൽക്കാലം ആത്മാവിൽ പ്രതികരിച്ച് അവിടെ ചിലത് സംഭവിക്കുമ്പോഴാണ് ഇവിടെ ചിലത് കാണാൻ കഴിയത്തുള്ളൂ. അവിടെ ചിലത് സംഭവിക്കുമ്പോഴാണ് ഇവിടെ ചിലത് വെളിപ്പെട്ട് വരുന്നത്. പാരമ്പര്യത്തിന്റെ വ്യാപാരങ്ങൾ പോട്ടട്ടെ, പിന്തുടരുന്ന ശക്തികൾ പോട്ടട്ടെ, അന്ധകാര വ്യാപാരങ്ങൾ വെട്ടേക്കട്ടെ. ഓ റിഭാലബ റികാലബ ശംദാരബ റിഗത്തര ജഗത്തര ക്ഷമനാദര റിബേലി ബൗഡാദര രക്ഷസി ഹോറിബാലെ അടഗമന ധീരമന ശംബൽ ഖൗഡമന. മുന്നേറ്റങ്ങളെ തടയുന്ന വ്യാപാരങ്ങൾ അഴിയട്ടെ. വെലീത്തെ എന്ന ദ്വീപിൽ ചെന്നപ്പോൾ ഹാലലി വിറകെടുത്തപ്പോൾ അതിനിടയിൽ മറഞ്ഞിരുന്ന, ആരുടെയും കണ്ണിൽ വെളിപ്പെടാതെ മറഞ്ഞിരുന്നൊരു ശക്തി പൗലോസിന്റെ കരത്തിൽ തൂങ്ങി. എന്തിനാ അവന്റെ കരത്തിൽ തൂങ്ങിയത്? അവന്റെ പ്രാണനെ എടുക്കാൻ. വിറകിനിടയിൽ മറഞ്ഞിരുന്ന ശക്തിയുടെ പദ്ധതി എന്താ? ദേശാധിപതിയുടെ ശക്തിയുടെ പദ്ധതി ഹാലിൽ അഭിഷേകമുള്ളവന്റെ പ്രാണനെ അപഹരിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ ദേശാധിപതി മണ്ഡലങ്ങളെ ആത്മാവുള്ളവൻ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ദേശാധിപതി ശക്തികൾ ഹാലിൽ വട്ടമിട്ട് കറങ്ങുന്നത് പോലെ, കഴുകനെ പോലെ പ്രാണനെ അപഹരിക്കാൻ, ചിലതിന്റെ പ്രാണനെ പിടിച്ചെടുക്കുക പദ്ധതിയുടെ ഇരുട്ടിന്റെ വ്യാപാരങ്ങള് യേശുവിന്റെ നാമത്തിൽ
യേശുവിന്റെ നാമത്തിൽ എവിടെ നിന്ന് കയറിയോ അവിടേക്ക് അതിനെ കുടഞ്ഞു കളഞ്ഞതുപോലെ യേശുവിന്റെ നാമത്തെ ചലതില് അതിനുള്ള കൃപയുണ്ടെന്ന്, അതിനുള്ള ശക്തി ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്ന്. നമുക്കറിയാം മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ ഭൂതഗ്രസ്തനായ ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. ആ മനുഷ്യനെ ചങ്ങലകൾ കൊണ്ടും വിലങ്ങുകൾ കൊണ്ടും ആളുകൾ ബന്ധിക്കാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ചങ്ങലകൾ കൊണ്ടും വിലങ്ങുകൾ കൊണ്ടും അവൻ എന്ത് ചെയ്തു? ബന്ധിച്ചു. അടുത്ത വചനം എഴുതിയിരിക്കുകയാണ്, അവൻ ചങ്ങലകളെ വലിച്ചു പൊട്ടിച്ചു, വിലങ്ങിനെ ഉരുമി പൊട്ടിച്ചു. അവൻ ചങ്ങലകളെ എന്ത് ചെയ്തു? വലിച്ചു പൊട്ടിച്ചു. വിലങ്ങിനെ അവൻ എന്ത് ചെയ്തു? അല്ല ഉരുമി ചില ദിവസങ്ങളുടെ പ്രയത്നത്താൽ അതിനെന്ത് ചെയ്തു? പൊട്ടിച്ചു. അവൻ്റെ ഒരു മനുഷ്യന്റെ കായിക ബലം കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല. അപ്പോൾ അവനെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്താണ്? അവൻ്റെ അകത്തിരുന്ന 6000 ഭൂതത്തിൻ്റെ ശക്തി കൊണ്ടാണ് അവൻ ചങ്ങലയെ വലിച്ചു പൊട്ടിക്കുകയും അവൻ്റെ വിലങ്ങുകൾ, അവൻ്റെ കരത്തിൽ കിടന്ന വിലങ്ങുകളെ അവൻ എന്ത് ചെയ്തത്? ഉരുമി പൊട്ടിക്കുകയും ചെയ്തത്. എന്ത് ബലം കൊണ്ടാ? അവൻ്റെ അകത്തിരുന്ന ദുരാത്മാവിൻ്റെ ബലത്താൽ. അങ്ങനെയെങ്കിൽ ഈ ദൈവസ്ഥാനത്തിലിരിക്കുന്ന നമ്മുടെ അകത്തിരിക്കുന്ന ദുരാത്മാവിൻ്റെ ശക്തിയല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ദുരാത്മാവിന് ചങ്ങലയെ പൊട്ടിക്കാൻ പറ്റിയെങ്കിൽ, വിലങ്ങിനെ തകർക്കാൻ പറ്റിയെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിരിക്കുന്ന ബന്ധനത്തെ നീ കാണണ്ട. രോഗബന്ധനത്തെ, പൈശാചിക പോരുകളെ ആ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അല്പസമയം പ്രതികരിച്ച ദൈവസന്നിധി നാളുകളായി വെല്ലുവിളിച്ച് നിന്നെ മോഷിപ്പിക്കുന്ന വിട്ടുകൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. ആരുടെയൊക്കെയോ കരത്തിലല്ല വിടുതൽ, നിന്റെ കരത്തിൽ. ആരുടെയൊക്കെയോ കരത്തിലല്ല, നിന്റെ കരത്തിലാണ് വിടുതൽ. നമ്മുടെ കരത്തിലാണ് വിടുതൽ. നമ്മൾ തീരുമാനിക്കുന്നത് പകൽക്കാലം ദേശാധിപതി ശക്തിയുണ്ട്, ആ വിചാരമുണ്ട്, മന്ത്രവാദമുണ്ട്, ശുദ്രപ്രയോഗങ്ങളുണ്ട്, ഇല്ലെന്ന് വചനം പറയുന്നില്ല. പക്ഷെ ഉള്ളതിന് ഇല്ലാതെയാക്കാനാണ് എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. പകൽക്കാലം വിശ്വാസമുണ്ടോ? ആ പവർ ഉണ്ടെന്ന്. നിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് കയറിയേ, ആത്മാവിൽ പ്രതികരിച്ച് അന്തര പ്രൗഢാരയച്ചി വിട്ടുകൊടുക്കത്തില്ലെന്ന് ശത്രുവിനോട് വാദിച്ച്, എനിക്ക് അവകാശപ്പെട്ടത്, എൻ്റെ കുടുംബത്തിന് അവകാശപ്പെട്ടത്, എൻ്റെ നന്മയ്ക്ക് നന്മ തലമുറകൾക്ക് അവകാശപ്പെട്ടത്, എൻ്റെ സഭയ്ക്ക് അവകാശപ്പെട്ടത് ഇവിടെ കടന്നു വരേണ്ടതിന് പിടിച്ചു വെക്കുവാൻ ഒരു ഇരുട്ടിന്റെ വ്യാപാരത്തിന് അവകാശമില്ല. ഓ ഷാദാരാലം റിബാലബ ശംദൽ ഖൗഡബദന നിരഗച്ച രക്ഷസി ഹോരിബാല റിമാന ഹത്തലെ. കുടുംബങ്ങൾക്കകത്ത് വിടുതൽ നടക്കുന്നു, കുടുംബങ്ങൾക്കകത്ത് ദൈവം തന്നെ പ്രവർത്തി ചെയ്യുന്നു. വിശ്വസിച്ച് ദൂതനെ ഏറ്റെടുത്ത് ഇന്ന് പകൽക്കാലം ആരാധിച്ച് വിടുതൽ പ്രാപിച്ച് परमेश्वर के सामर्थ्य आपके साथ है। आप प्रार्थना करेंगे तो बंधन टूट जाएंगे, आप प्रार्थना करेंगे तो दुष्टात्मा निकल जाएंगे। आप आपके भवन के अंदर जाके प्रार्थना करें। जिस जगह पे बैठ के रहता है वहां पे गुड़ना में बैठ कर प्रार्थना करे, पवित्र पिता परमेश्वर मेरे जीवन में जो समस्या यही है परमेश्वर, जो आपने आपके भक्तों को देने वाले एक सामर्थ्य मेरे जीवन पर आप पाले लिया। उंडेलना सामर्थ्य को, आज शक्तियों को मेरे जीवन पर आप उंडेलने के लिए, देने के लिए, उसको स्वीकार करने के लिए मुझे सहायता कर। परेशानियों के बीच में, हालेलुया, विपत्तियों के बीच में, रोगों के बीच में, हाले वो सामर्थ्यों को लेकर परमेश्वर के चरणों पर गुंडा में बैठ के प्रार्थना करके देख।
तब समझ में आएंगे जो परमेश्वर का सामर्थ्य हाल क्या है। आज परमेश्वर से ये प्रार्थना करो, मुझे वो सामर्थ्य को देना परमेश्वर, वो शक्तियों को मुझे देना परमेश्वर, आपके लिए जीने के लिए, हालेलुया, आपके हालेलुया वचन के आधार पर जीने के लिए, आपके आत्मा को स्वीकार करने के लिए मुझे मदद करना परमेश्वर। ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിന്തിച്ചേ, അവൻ എന്ത് ചെയ്ത? ഉരുമി ഇതിനെ എന്ത് ചെയ്തു? പൊട്ടിച്ചു. വിലങ്ങിനെ അവൻ എങ്ങനെയാ പൊട്ടിച്ചത്? വിലങ്ങി പൊട്ടിച്ചു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം അതിന്റെ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഭക്തന്മാർ കാലുകൾ ആമത്തിലും കൈകൾ ചങ്ങലയാലും ബന്ധിക്കപ്പെട്ട് മുമ്പിലെ വാതിലുകളൊക്കെയും എന്ത് ചെയ്ത് കിടക്കുക? അടഞ്ഞു കിടക്കുകയാണ്. ഭക്തന്മാർ വിലങ്ങിനെ ഉരുമിയില്ല, അവർ ചങ്ങലയെ വലിച്ചു പൊട്ടിച്ചില്ല. അവർ ഒരു കാര്യം ചെയ്തോളൂ, അവർ പാടി ദൈവത്തെ ആരാധിച്ചു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടും ആരാധിച്ചുകൊണ്ടും പാടിക്കൊണ്ടുമിരുന്നപ്പോൾ ചങ്ങലകൾ, അവിടെ എഴുതിയിരിക്കുന്ന പദം ഇതാണ്, താനെ അഴിഞ്ഞുപോയി. വാതിലുകളൊക്കെയും താനെ തുറന്നു, ആരും തള്ളി തുറന്നില്ല. ദുരാത്മാവ് പ്രാപിച്ചവന് വിലങ്ങനെ ഉരുമി ഓടിക്കേണ്ടി വന്നെങ്കിൽ ആത്മാഭിഷേകമുള്ളവൻ ഇരിക്കുന്ന ഇരിപ്പടത്തിലിരുന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ആരാധിക്കാൻ തയ്യാറാകുമ്പോൾ ശത്രു ഇട്ടിരിക്കുന്ന ബന്ധനങ്ങൾ അറിയും. എന്താ ആരാധിക്കാൻ സമ്മതിക്കാത്തത് മനസ്സിലായോ? എന്താ പ്രാർത്ഥിക്കാൻ സമ്മതിക്കാത്തത് മനസ്സിലായോ? നീ പ്രാർത്ഥിച്ചാൽ അഴിയുമെന്നവൻ അറിയാം. നിന്നെ നിരാശപ്പെടുത്തി, നിന്നെ ദുഃഖിപ്പിച്ച്, പ്രാർത്ഥന മുറിക്കകത്ത് കയറി ആത്മാവിൽ പ്രതികരിക്കാൻ അനുവദിക്കാതെ നിന്റെ മനസ്സിനെ മുരടിപ്പിച്ച് വച്ചിരിക്കുമ്പോൾ ഇന്ന് പകൽ ദൈവത്തോട് പ്രാർത്ഥിച്ച അപ്പാ, കഴിഞ്ഞ നാളുകളിൽ ആത്മാവിൽ പോരാടിയ പോലെ പലതും കയറ്റിവിട്ട് നമ്മളെ പ്രാർത്ഥനകളെ മുടക്കിക്കളയുക. പ്രാർത്ഥനാ മുറിക്കകത്ത് കയറിയിരുന്ന് ആരാധിച്ച് ബലം പ്രാപിച്ച് പ്രതിസന്ധിയുടെ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് നിന്ന് ആ കൃപയെ പ്രാപിച്ച ദിവസങ്ങൾ ഇന്ന് നമുക്ക് ഓർമ്മയുണ്ട്. പകൽക്കാലം പ്രാർത്ഥിച്ച കർത്താവേ, അതിനെന്നെ അനുവദിക്കാതെ ചില മേഖലകൾ ചില നാളുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കുകയാണ്. ഇന്ന് ഞാൻ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. അതിന്റെ ഇരട്ടി പങ്ക് അഭിഷേകത്തെ പ്രാപിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി ഒരു യോദ്ധാവിനെ പോലെ, ഒരു ദെബോറയെ പോലെ നമ്മളെ ദൈവം കളി കാണാൻ വിളിച്ചതല്ല. ഹല്ലേലൂയ, യുദ്ധം കാണാൻ ദൈവം വിളിച്ചിട്ടില്ല. നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നത് കളിക്കളത്തിലുമല്ല. ദൈവം നമ്മെ വിളിച്ചത് പോരാടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പകൽക്കാലം പോരാടാനാണ് എന്റെ ദൈവം എന്നെ വിളിച്ചതെങ്കിൽ ഇരുട്ടിന്റെ ശക്തികളെ കണ്ട് പരിഭവങ്ങളെ അവസാനിപ്പിച്ചുകൊണ്ട് നിയോഗത്തെ ഏറ്റെടുത്ത് കയറി വരിക. ദൈവം തന്നിട്ടുണ്ട്, കൃപ ദൈവം തന്നിട്ടുണ്ട്. എങ്കിൽ ഇനി ഒരു ദൂത് ദൈവാത്മാ പറയാൻ പറഞ്ഞത് ഞാൻ വായിച്ച വാക്യത്തിൽ നിന്ന് പറയാം. ഇത് കേട്ട് കഴിയുമ്പോൾ ആത്മാവിൽ പ്രതികരിക്കാൻ തയ്യാറാണ്. ഏലിയാവിന്റെ 5 പ്രാർത്ഥനയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഏലിയാവിന്റെ പ്രാർത്ഥനയെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ച വാക്യത്തിനകത്ത്. പക്ഷേ ഞാൻ ആ പ്രാർത്ഥനയെ പറ്റിയല്ല, അതിനകത്ത് ഏലിയാവ് പ്രാർത്ഥിച്ച ഒരു 2ാമത്തെ പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് ദൈവസഭയോട് പറയാൻ ഒരു ദൂത് ദൈവാത്മാവ് തന്നതിനെ നിങ്ങളോട് പറയുവാൻ ദൈവനാമത്തിൽ ഞാൻ ശരണപ്പെടുന്നു. 17-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെ. 1 രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാ के 17 अध्याय इसका 16 से 18 तक वचन पढ़िए. 1 രാജാക്കന്മാർ 17-ാം അധ്യായം അതിന്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. അനന്തരം വീട്ടുടമക്കാരത്തിയായ സ്ത്രീയുടെ മകൻ ദീനം പിടിച്ച് കിടപ്പിലായി. ദീനം കടുത്തിട്ട് അവനിൽ ശ്വാസമില്ലാതെയായി. ഇവിടെ ഏലിയാവ് അടുത്ത് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് തന്നെ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി
കുഞ്ഞിൻ്റെ ജീവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് രണ്ടാമത്തെ പ്രാർത്ഥനയായി നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. എന്നാലൊന്ന് ചിന്തിച്ചേ, ഇപ്പോൾ ഈ പ്രതിസന്ധി നടന്നിരിക്കുന്ന വീടിനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ച് അതിനകത്തുനിന്നുള്ള ഒരു ദൂത് മാത്രം പറയാം. അവർ ഒരു മരണത്തിൻ്റെ വക്കിലായിരുന്ന ഒരു കുടുംബമാണ്. അവിടെ നിന്നാണ് ദൈവം തൻ്റെ ഭക്തനെ ആ ഭവനത്തിലേക്ക് അയച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നത്. അവർക്കൊരിക്കലും കാണത്തില്ലെന്ന് ചിന്തിച്ച ഒരു ദൈവപ്രവൃത്തി ആ ഭവനത്തിനകത്ത് നടന്നു. അവരെ ക്ഷാമകാലത്തും ദൈവം അവരെ ക്ഷേമമായി പോറ്റി. ഈ ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമാണ്. രണ്ടൊരു അത്ഭുതം കണ്ട കുടുംബമാണത്. ഒന്ന് അത്ഭുതം കണ്ട കുടുംബമാണ്, ദൈവസ്നേഹത്തെ അറിഞ്ഞ കുടുംബമാണ്. ആ കുടുംബം എന്തായാലും ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരിക്കും. ഹല്ലേലൂയ. രണ്ട്, അതിനേക്കാളും അപ്പുറമായി നിൽക്കുന്ന ആ ഭവനത്തിൽ താമസിക്കുന്ന വ്യക്തി ആരാണ്? ഏലിയാവാണ്. ഏലിയാവ് ആരാണ്? ഒരു പ്രാർത്ഥനാകാരനാണ്. ശക്തനായ പ്രാർത്ഥനാകാരൻ താമസിക്കുന്ന ഭവനം. അതിനേക്കാൾ ഉപരിയായി അതോടൊപ്പം തന്നെ ആ ഭവനത്തിലുള്ളവർ, ഒരു ദൈവത്തിൻ്റെ ഇത്രയും ശക്തനായ ഒരു ദൈവദാസൻ താമസിക്കുന്ന ഒരു ഭവനത്തിനകത്ത് എന്തായാലും പ്രാർത്ഥനകളും ആരാധനകളും നിരന്തരമായി ആ ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന ഒരു ഭവനമായിരിക്കും. പക്ഷേ ആ ഭവനത്തിനകത്ത് ദുഷ്ടപിശാച് കയറി ഒന്നിൻ്റെ ശ്വാസത്തെ നിലപ്പിച്ചു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവൻ അവിടെയുണ്ട്. ഹല്ലേലൂയ. ശക്തനായവൻ അവിടെയുണ്ട്. ഒരു പ്രാർത്ഥനാ വലയം അവിടെയുണ്ട്. ആ പ്രാർത്ഥനാ വലയങ്ങളെ കീറി മുറിച്ചുകൊണ്ട് ദുരാത്മശക്തികൾ അവിടത്തെ ഒന്നിൻ്റെ ജീവനെ നിലപ്പിക്കുവാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ദൈവസഭ പ്രാർത്ഥിക്കാനുള്ള ദൂതാണ്. ചിലതിൻ്റെയൊക്കെ പ്രാണനെ അപഹരിക്കുവാൻ വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില പോരുകളെ ദൈവാത്മാവ് കാണുന്നുണ്ട്. ആ ദൂതിനെ ഞാൻ കുറച്ചും കൂടെ, ഞാനത് പറയാൻ വന്നൊരു വ്യക്തിയല്ലെങ്കിലും ആ ദൂതിനെ കുറച്ചും കൂടെ വിശാലമായിട്ട് ഞാൻ പറഞ്ഞു തരാം. അത് പറഞ്ഞ സമയത്തിനകത്തിരിക്കുക, നിങ്ങൾ പെട്ടെന്ന് വായിക്കണം. 12-ാം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 6-ാമത്തെ വാക്യം. ദൂതിനെ ഒന്നും കൂടെ സമർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഒന്ന് വായിച്ചേ. ഹെരോദാവ് അവനെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രി പത്രോസ്. ഇത്രയും മതി. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഹെരോദാവ് പത്രോസിനെ, അവനെ എന്ന് പറയുമ്പോൾ പത്രോസിനെ ജനത്തിന്റെ മുമ്പാകെ നിർത്തുവാൻ ഭാവിച്ചതിന്റെ തലേ രാത്രിയിൽ ദൈവത്തിന്റെ ദൂതൻ അവിടെ ഇറങ്ങി ഹല്ലേലൂയ പരമനെ തട്ടി ഉണർത്തി, ചെരുപ്പ് ഇടുക, ഹല്ലേലൂയ അരക്കച്ച മുറുക്കുക, നിന്റെ വസ്ത്രത്തെ പുതച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ താഴോട്ട് നടക്കുന്ന ദൈവപ്രവൃത്തികളെ കാണാം. പക്ഷേ ഇവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഹെരോദാവിൻ്റെ ഒരു ഭാവനയാണ്. അവൻ്റെ ഭാവന എന്താണ്? യവനെ ജനത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം? നിർത്തണം. പ്രഥമ ദൃഷ്ടിയിൽ വായിക്കുമ്പോൾ അതൊരു വലിയൊരു വിഷയമല്ല. ജനത്തിൻ്റെ മുമ്പ് നിർത്താൻ ഭാവിച്ച എന്താ വിഷയം? പക്ഷെ നോക്കിയേ, ദൂതൻ ഇറങ്ങി വന്ന് അവരോട് പറയുകയാണ്, നീ വസ്ത്രം ധരിച്ചു കൊള്ളുക. അതിൻ്റെ അർത്ഥം യവൻ ഇപ്പോൾ അവൻ്റെ വസ്ത്രമല്ല എന്ത് ചെയ്തിരിക്കുന്നത്? ധരിച്ചിരിക്കുന്നത്. അവൻ ധരിച്ചിരിക്കുന്നത് കാരാഗ്രഹത്തിൽ കിടക്കേണ്ട വ്യക്തി, ഒരു കുറ്റവാളി ധരിക്കേണ്ട വസ്ത്രത്തെ ധരിച്ചുകൊണ്ടാണ് കാരാഗ്രഹത്തിനകത്ത് പത്രോസ് കിടക്കുന്നത്. അപ്പോൾ അവൻ ഇഷ്ടമില്ലാത്ത വസ്ത്രം ധരിച്ച ഒരു കുറ്റവാളിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് കിടക്കുന്നവനെ അടുത്ത ദിവസം ആരുടെ മുമ്പിൽ നിർത്താനാണ് ഭാവിച്ചത്? ജനത്തിൻ്റെ മുമ്പിൽ. അപ്പോൾ കുറ്റവാളിയുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് ജനത്തിൻ്റെ മുമ്പിൽ തലകുനിച്ചൊരു കുറ്റവാളിയെ പോലെ അവനെ നിർത്തി ആക്ഷേപിക്കുവാൻ, അവൻ്റെ ഹൃദയത്തെ തകർക്കാൻ, മുറുക്കിക്കളയാൻ, മാനസികമായി അവനെ ഉടച്ചു കളയുവാൻ ആര് പദ്ധതി ഒരുക്കി? ഇനി നമ്മളിലേക്ക് ആ ദൂതിനെ ഒന്ന് കൊണ്ടുവന്ന്, നമുക്കും ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത വസ്ത്രങ്ങളുണ്ട്. അങ്ങനെ ചില സാഹചര്യങ്ങളിലൂടെ നമ്മളും കടന്നു പോകും. എപ്പോഴാണ്? ഒരു ഹോസ്പിറ്റലിൽ കടന്നു പോയെന്ന് ചിന്തിക്കുക, അവിടെ അഡ്മിറ്റായെന്ന് ചിന്തിക്കുക. നമുക്ക് ഇഷ്ടമുള്ള സൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് കിടക്കാൻ അനുവദിക്കുമോ? ഇല്ല. അവരവിടെ തച്ച് വെച്ചിരിക്കുന്ന വസ്ത്രമുണ്ട്, അത് രോഗിയുടെ വസ്ത്രമാണ്. നിന്നെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറ്റിയാലും, നിന്നെ രോഗിയാക്കി ഒരു ബെഡിൽ കിടത്തിക്കളഞ്ഞാലും നിനക്ക് ധരിക്കാൻ നിനക്കിഷ്ടമില്ലാത്ത ഒരു വസ്ത്രം തച്ച് പിശാച് വെച്ചിട്ടുണ്ട്. ഒരു മരണം വീട്ടിലേക്ക് കിടന്നു എന്ന് അവിടെ ധരിക്കുന്ന വസ്ത്രം എന്തായിരിക്കും? കിടക്കുന്ന വ്യക്തി വെള്ള പുതച്ച് കിടക്കുകയായിരിക്കും. ധരിക്കാൻ ഇഷ്ടമുള്ളതാണോ? അല്ല. വെള്ള പുതച്ചൊരു പെട്ടിക്കകത്ത് കിടക്കാൻ നമുക്ക് പദ്ധതിയില്ല, ആഗ്രഹമില്ല. പക്ഷേ ആ വെള്ള പുതച്ച് കിടക്കേണ്ട വസ്ത്രത്തെ ഒരുക്കി വെച്ചുകൊണ്ട്, അന്തിമ ദിനത്തിൽ ധരിച്ചു കിടക്കാൻ ഒരു വസ്ത്രത്തെ ഒരുക്കി വെച്ചുകൊണ്ട് അകാല മരണങ്ങളെ കടത്തിവിട്ട് ചിലതിനെ വെള്ള പുതച്ച് കിടത്തുവാൻ പദ്ധതി ഒരുക്കുന്ന ഇരുട്ടിൻ്റെ ആത്മാവ്. ഇനി വായിച്ച ദൂതിലേക്ക് വന്നേ,
പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ടെങ്കിലും സംഭവിക്കുമോ? ഏലിയാവ് ഉണ്ടായിരുന്ന വീട്ടിനകത്ത് കയറി പിടിച്ചെങ്കിൽ ഉപവസിക്കുന്ന പ്രാർത്ഥിക്കുന്ന നിന്നെയും അവൻ ലക്ഷ്യമിടാതിരിക്കുമോ? പക്ഷേ വചനം രണ്ടും നമുക്കൊരു വിടുതൽ കൽപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹെരോദാവ് അവന് ഹല്ലേലൂയ സ്തോത്രം നിർത്തുവാൻ ഭാവിച്ചു. ആരുടെ മുമ്പിൽ? ജയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് ലോകത്തിന്റെ ജനത്തിന്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ ദൈവം അവനെ പൊക്കിക്കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ നിർത്തി. ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥിച്ച ഏലിയാവിന്റെ ഭവനത്തിനകത്ത് അനർത്ഥത്തെ കയറ്റിവിട്ടപ്പോൾ അഭിഷേകമുള്ളവർ തന്റെ പ്രാർത്ഥന മുറിക്കകത്ത് കയറി പിശാച് അപകരിച്ച ശ്വാസത്തെ തിരിച്ചു പിടിച്ചു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ രണ്ട് ദൂതിനെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വിടുതലുള്ളതോടൊപ്പം തന്നെ ചിലതിനെയൊക്കെ രോഗിയാക്കി ചില ഭവനങ്ങൾക്കകത്ത് നിലവിളികള് കേൾപ്പിക്കുവാൻ പദ്ധതി ഒരുക്കി നിൽക്കുന്ന ചില ഇരുട്ടിന്റെ വ്യാപാരത്തെ ഇന്ന് പകൽക്കാലം ആത്മാവിൽ സഭ കണ്ടുകൊണ്ട് പ്രാർത്ഥനാ മുറിക്കകത്തൊരു ഏലിയാവ് കയറിയതുപോലെ പത്രോസിന്റെ വിടുതലിന് വേണ്ടി ഒരു ദൈവസഭ കയറിയതുപോലെ വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയാൻ, എണ്ണത്തിൽ ഒന്നുപോലും കുറയാൻ, ആശുപത്രി കിടക്കകളിൽ കിടത്തിക്കളയാൻ, നന്മകളെ ചോർത്തിക്കളയാൻ, എല്ലാ രീതിയിലും ഒതുക്കിക്കളയാൻ പദ്ധതി ഒരുക്കുന്ന വ്യാപാരങ്ങൾ നിന്റെ മേൽ കൃപ തന്നിട്ടുണ്ട്, നിന്റെ മേൽ അഭിഷേകം തന്നിട്ടുണ്ട്, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച കണ്ണുകളടച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയാൻ കൈമാറിയ ദൂതുകളെ ഞാൻ നിങ്ങളോട് കൈമാറിയിട്ടുണ്ട്. വായിച്ച വചനത്തിൽ നിന്ന് ശുശ്രൂഷിച്ചില്ലേലും ദൈവാത്മാവ് തന്ന വചന വെളിപ്പാടുകൾ നിങ്ങളിലേക്ക് പകർന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ആദ്യം ദൈവം നിങ്ങളെ ബലപ്പെടുത്തി. നിങ്ങൾ ആരെന്നൊരു തിരിച്ചറിവ്. പ്രത്യേക കൃപാവര പ്രാർത്ഥനമാരെ തേടിപ്പോകണ്ട. നീ പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ചാൽ മതി, നീ ആത്മാവിൽ പ്രതികരിക്കാൻ മനസ്സ് വെച്ചാൽ മതി. അടുത്ത അവസാനം ദൈവം പറഞ്ഞു, ഒരു പ്രതികൂലത്തിന്റെ ധ്വനി ഞാൻ കേൾക്കുന്നുണ്ട് ഇത് പകൽക്കാലം. പക്ഷെ നീ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്ക് ജനത്തിന്റെ മുമ്പാകെ നിർത്തുവാൻ ഭാവിച്ചവൻ ആ തലേ ദിവസം രാത്രി പ്രാർത്ഥിക്കുന്നവരുടെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നതുപോലെ ശത്രുവിൻ്റെ പദ്ധതികളെ ദൈവം പൊളിക്കും. പക്ഷെ സഭ പ്രാർത്ഥിച്ചു, അഭിഷേകമുള്ളവർ പ്രാർത്ഥിച്ചു, ദൈവം തൻ്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തി. വിട്ടുകൊടുക്കരുത്. ഈ ദിവസങ്ങളിൽ ചില വിടുതലുകളെ സർവശക്തനാം ദൈവം ദൈവജനത്തിന് കൈമാറാൻ പോകുന്നു. അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിൽക്കുന്ന ചില ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽക്കാലം മുഴങ്ങപ്പെട്ട ദൈവവചനത്തിൻ്റെ ശബ്ദത്താൽ ആകാശമണ്ഡലങ്ങളിൽ നിന്ന് അന്ധകാര വ്യാപാരങ്ങൾ സാത്താന്യ ശക്തികളെ എൻ്റെ ദൈവം വചനമെന്ന വാളുകൊണ്ട് വെട്ടി വീഴ്ത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ദൈവം എനിക്ക് വേണ്ടി ഇറങ്ങി. ദൈവത്തിന്റെ അത്ഭുതകരം എനിക്ക് വേണ്ടി ചലിപ്പിച്ചു, എന്റെ സഭയ്ക്ക് വേണ്ടി ചലിപ്പിച്ചു. പ്രാണനെ അപഹരിക്കാൻ നിന്നവന് തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഭിഷിക്തന്മാർ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ ഇരുട്ടിന്റെ വ്യാപാരങ്ങളെ ശാസിക്കുന്നു. ദൂതന്മാർ ഇറങ്ങട്ടെ. ആദർശ മണ്ഡലങ്ങളിൽ ഇപ്പോൾ യുദ്ധങ്ങൾ നടക്കട്ടെ. ദൈവത്തിന്റെ ദൂതന്മാരും അന്ധകാര ശക്തികളുടെ ദൂതന്മാരും തമ്മിൽ കുടുംബങ്ങൾക്കകത്ത് സംഭവിക്കട്ടെ വിടുതൽ.
ഈ ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ആത്മാക്കൾക്ക് വിരോധമായി പ്രവർത്തിക്കുന്നു വ്യാപാരങ്ങളെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടുമെന്ന് വചനത്തിന്റെ അടിസ്ഥാനത്താൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. വിടുതലുകൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സഭയെ തിരികരത്തിൽ ഏൽപ്പിക്കുകയാണ്. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് ഇടപെട്ടു. പരസ്യമായി ആരുടെ തലയിലും കയ്യിൽ വെച്ചില്ലേലും കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ഇത് കർത്താവെ മൊത്തത്തിലുള്ളൊരു വിടുതൽ ഏറ്റെടുക്കേണ്ട ദൂതായിരുന്നു. കർത്താവ് ഇതാരെല്ലാം വിശ്വസിച്ച് ഏറ്റെടുത്ത് ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നുണ്ടോ, നിയോഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവർ പ്രാർത്ഥനാ മുറിക്കകത്ത് കയറട്ടെ. കഴിഞ്ഞ നാളുകളെക്കാൾ ശക്തമായി ആത്മാവിൽ പടവെട്ടട്ടെ. അന്ധകാര വ്യാപാരങ്ങളോട് പൊരുതട്ടെ, ജയിക്കട്ടെ. വിടുതലുകൾ പ്രാപിച്ചുകൊണ്ട് സാക്ഷ്യങ്ങളുമായി ആലയത്തിലേക്ക് വരട്ടെ. ദേശത്ത് സഭയെ അങ്ങ് അവിടെ നിന്ന് മാനിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഈ 2024 അവസാനിച്ച് 2025 അതിൻ്റെ 6-ാം മാസത്തോടുള്ള ബന്ധത്തിൽ ഈ ദൈവസഭയോടുള്ള ബന്ധത്തിലെ വിടുതലുകളെ സ്വർഗം അവിടുന്ന് റിലീസ് ചെയ്യണമേ. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ, ചിലരുമായുള്ള ദൈവിക കർത്താവെ കൂട്ടിമുട്ടലുകൾ ദൈവം അവിടെ നടത്തിക്കട്ടെ. ആ കൂട്ടിമുട്ടലുകൾ നിമിത്തമുള്ള വഴിത്തിരിവുകൾ ദൈവസഭയോടുള്ള ബന്ധത്തിൽ അഭിഷിക്തനുമായിട്ടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ട് വരട്ടെ. അടുത്തൊരു തലം സ്വർഗം അവിടെ നിന്ന് റിലീസ് ചെയ്യുന്നതിനായി അതേ കർത്താവേ, യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഹല്ലേലൂയ, ഇനി ഞാൻ എപ്പോഴും എൻ്റെ സ്വന്തം കുടുംബത്തിന് വേണ്ടി കരുതുന്നത്. പ്രാർത്ഥിച്ചതിനന്തരം 20 കൊല്ലം അമ്മായിയപ്പൻ്റെ ആടുകളെ മേച്ച് തളർന്ന യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഇനി എന്ന് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി കരുതും. അടുത്ത നിമിഷത്തിൽ ദൈവം ആർക്കും പറഞ്ഞു കൊടുക്കാത്ത ആശയങ്ങളെ ദൈവത്തിൻ്റെ ദാസനായി യാക്കോബിന് പറഞ്ഞു കൊടുത്ത് അടുത്തൊരു ഘട്ടത്തിലേക്ക് ദൈവം അവനെ കയറ്റിവിട്ടതുപോലെ, ഒരു വടിയുമായി വന്നവൻ ആ 2 കൂട്ടമായി മടങ്ങിപ്പോയതുപോലെ പുത്തൻ ആശയങ്ങളെ ഈ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം അവിടുന്ന് റിലീസ് ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ. മറ്റാരുടെയും ഹൃദയത്തിനകത്ത് തോന്നാത്തത്, ആരുടെയും ബുദ്ധിക്കകത്ത് വെളിപ്പെടാത്തത്, ആർക്കും തിരിച്ചറിയുവാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ആരെങ്കിലും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയ ചില മേഖലകൾ, ആശയങ്ങളെ പകർന്നുകൊണ്ട് അങ്ങയുടെ അഭിഷിക്തനെയും സഭയും സ്വർഗം അടുത്തൊരു മേഖലയിലേക്ക് ടേൺ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ദൂതുകളെല്ലാം തിരികരത്തിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ശാരീരികമായി ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഞങ്ങൾ എല്ലാ സഹോദരങ്ങളെയും ഈ നിമിഷത്തിൽ ഓർക്കുന്നു. അവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം കൽപ്പിക്കുന്നു. സ്വർഗം അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വം അങ്ങേയ്ക്കായി സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.